കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുന്ന തീയതി കോടതി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം കേസ് പരിഗണിക്കും. 7 വർഷത്തോളം നീണ്ട വിചാരണാ നടപടികൾക്കൊടുവിലാണ് കേസ് വിധി പറയാൻ പോകുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ സി വിജയൻ, 7 വർഷത്തിന് ശേഷം കോടതി വിധി പറയാൻ പോവുകയാണ്. വിധി പറയുക എന്നാൽ ഈ വിധി എന്നാണ് പറയേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാനായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വിപിൻ? ദിലീപ് കുമാർ, ഇതിനു മുൻപ് തന്നെ കേസിന്റെ വിചാരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഈ വിധി പറയുമെന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെ മറ്റ് ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുകൾ പരിഗണിച്ചിരുന്നു. പക്ഷേ പിന്നീട് വാദത്തിന്റെ ചില അന്തിമമായിട്ടുള്ള ചില വാദങ്ങൾ, അതിന്റെ ചില സംശയ ദൂരീകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് മാറ്റിവെച്ചത്. ഇപ്പോഴിതാ ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. എന്നായിരിക്കും വിധി പറയുക എന്നുള്ള ആ നാൾ അത് ഇന്ന് പ്രഖ്യാപിക്കും, ഇന്ന് പറയും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിട്ടുള്ള ഹണി എം വർഗീസിന്റെ ബെഞ്ച് ഇന്ന് കേസിന്റെ വിധി പറയും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിന്റെ, ഒരു ക്രൈമിന്റെ അതിന്റെ ഒരു വിധി തന്നെ ആയിരിക്കും. അത് ഏറെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ ഒരു കോളിളക്കമുണ്ടാക്കിയ, ഒരു ഞെട്ടലുണ്ടാക്കിയ ഒരു കേസ് എന്ന് തന്നെ പറയാം. ബലാത്സംഗത്തിന് ഒരു കൊട്ടേഷൻ നൽകുന്നു. ഒരു പ്രമുഖ നടിയെ ഒരു ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ, അതിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനി എന്ന ഒറ്റപ്രതിയിലേക്ക് ചുരുങ്ങുന്നു. പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദിലീപിന്റെ അറസ്റ്റിലേക്ക് എത്തുന്നു. ഈ കേസിൽ ദിലീപ് 8ാമത്തെ പ്രതിയാണ്. 9 പ്രതികളാണ് ആകെയുള്ളത്. ഇപ്പോൾ ഈ കേസിൽ ജാമ്യം ദിലീപിന് ലഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വരെ പല തവണകളായി പല നിയമവ്യവഹാരങ്ങൾ സുപ്രീം കോടതി വരെ എത്തിയ ഒരു കേസാണ്. ഈ ഒരു വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നടി പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് കണ്ടു. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ ദിലീപ് ഈ പറഞ്ഞതുപോലെ അത് ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ അത് പിന്നീട് തള്ളുകയായിരുന്നു. ഇപ്പോൾ ഇതാ വിചാരണ കോടതി അതിന്റെ വിധി എന്നാണ് എന്നുള്ളത് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, മെമ്മറി കാർഡ് വിവാദം, അമ്മയിലെ വിവാദം, പിന്നീട് WCCയുടെ പിറവി, ഇങ്ങനെ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് ഇടവരുത്തിയ ഒരു കേസ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ യുവനടി ആക്രമിക്കപ്പെട്ട കേസിന്. ആ കേസിന്റെ വിധിയാണ് ഇന്നിപ്പോൾ എന്നായിരിക്കും എന്നുള്ളത് അറിയുക. അത് അല്പസമയത്തിനകം തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുക്കും എന്നുള്ളതാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 1700ഓളം പേജ് ഉള്ള ഒരു വിധിയായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അതിന്റെ കൂടുതൽ ചർച്ചകൾ, അതിന്റെ ഏകദേശം ഈ പറഞ്ഞതുപോലെ 7.5 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ കാലയളവായിരുന്നു. സംഭവ ബഹുലം, നാടകീയത എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ കുറഞ്ഞു പോകാവുന്ന രീതിയിലുള്ള ഒരു വിചാരണ കാലയളവ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിന്റെ വിചാരണ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇനി വിധി എന്നാണ് എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കുകയും ചെയ്യും. ദിലീപ് കുമാർ. വിപിൻ, ഈ കേസിലെ വിചാരണ ഏതാണ്ട് പൂർത്തിയായിരുന്നതാണ്. പിന്നീട് ഈ പ്രോസിക്യൂഷന്റെ ചില സംശയ നിവാരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീടുണ്ടായിരുന്നത്. പലതവണ കേസ് മാറ്റിവെക്കുകയും ചെയ്തതാണ്. ഇന്ന് ഏതായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിൽ എപ്പോൾ വിധി പറയും എന്നത് സംബന്ധിച്ച ഒരു തീർപ്പിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കോടതി കാര്യമാണ് അത്. ആ കാര്യത്തിൽ ഒരു മുൻകൂട്ടി ഒരു പ്രവചനമൊന്നും സാധ്യമല്ല. എങ്കിൽ പോലും അതെ, ഇതിനു മുൻപ് 20-ാം തീയതി ഈ കേസ് പരിഗണിച്ചിരുന്നു. അന്നും പ്രോസിക്യൂഷന്റെ ചില ഇതിലെ വിചാരണകളും ഒക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും ചില സംശയങ്ങൾ, അതിലെ ചില കാര്യങ്ങളിലുള്ള കുറച്ചുകൂടിയുള്ള വിശദീകരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പ്രധാനമായും എടുക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു 7.5 വർഷക്കാലം നീണ്ടുനിന്ന ഒരു വിചാരണയാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ചില സംശയങ്ങളൊക്കെ തീർത്ത് പരമാവധി അതിലൊരു കുറ്റമറ്റതാക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വിധിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ തവണയും പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു, അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറാണ് കോടതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നടക്കുന്നത്. ഈ കേസ് പരിഗണിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ അന്ന് വിധിയുടെ ദിവസം പറയും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. അങ്ങനെയാണ് ഇപ്പോൾ 25-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് അത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഈ യുവനടി തനിക്ക് നീതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, കുറ്റവിമുക്തനാകുമെന്ന് ദിലീപ് കരുതുന്നു. ഒപ്പം തന്നെ അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അങ്ങനെ ആകാംക്ഷ ഉറ്റുന്ന ഒരുപാട് ചോദ്യങ്ങൾ
ദിവസങ്ങൾ ഒരുപാട് പേരുടെ ഇതിന്റെ ഒരു വിധി എന്താകുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് വളരെ തന്നെ സജീവമായി തന്നെ ഒരു കേസാവും. ഒരു പക്ഷേ അതിന്റെ ഒരു അനുരണനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.